സ്മൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. സുധയുടെ തന്റെ ഇടത്തെക്കുറിച്ചാണ് മനോജിന് പരാതി. സംശയത്തെക്കുറിച്ചും സ്വൈര്യം കെടുത്തലിനെക്കുറിച്ചുമൊക്കെ മനോജ് വാചാലനാകുന്നു. എന്താണ് സുധയ്ക്കും മനോജിനും ഇടയിൽ സംഭവിച്ചത്? നമുക്ക് കാണാം ജീവിതം സാക്ഷിയിലൂടെ. അപ്പം അതിന് മുന്നേ ഇവിടെ മോളെയൊക്കെ വിളിച്ച് ഇവള് പറഞ്ഞു ഞാൻ തല്ലാൻ ചെന്നു, വീട് കയറി അടിക്കാൻ ചെന്നെന്ന് പേടിയായി. മോനെ വിളിച്ചു പറഞ്ഞു. മോനെ എത്ര വയസ്സുണ്ട്? മോന് 10-22 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അവൻ കാലം നിൽക്കാൻ മേലാത്ത പോലെയാണ് വരുന്നത്. അപ്പൊ മോള് കുടിച്ചോണ്ട് വരാ. 22 വയസ്സുള്ള പയ്യൻ. അവൻ കുടിച്ച് വന്നിട്ട് സുധ ചേച്ചിയെ എന്ന് വിളിച്ചു. അപ്പൊ അമ്മ ചോദിച്ചു എന്തുവാടാ? സുധ ചേച്ചി അങ്ങോട്ട് ഇറക്കി വിട്ട ഒരു കാര്യം, അവളെ ഇറക്കി വിടുന്നല്ലേ, നീ ഇങ്ങോട്ട് കയറുവാ എന്ന്. അപ്പൊ പെരക്കകത്തോട്ട് കയറി വരുമല്ലോ, എന്റെ മുടിക്കുത്തിനെല്ലാം ചുറ്റി പിടിച്ചു. എനിക്ക് തടിയാ. ഇവൻ കാര്യമൊന്നും സംസാരിക്കുന്നില്ല. ഭർത്താവ് അങ്ങനെ അവിടെ കിടക്ക, ഒരു അക്ഷരം മിണ്ടുന്നില്ല. അമ്മ നീ എന്താടാ പെണ്ണിനെ കാണി, നീ വിടാന്ന് പറഞ്ഞു, കാര്യം പറഞ്ഞ് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ വിടുന്നില്ല, മുടിക്കുത്തിന് ചുറ്റിപ്പിടി. എനിക്ക് കുഞ്ഞ് പിന്നെ ഭർത്താവ് അനങ്ങുന്നില്ല. ഞാനും അപ്പൊ അവന്റെ പാൻറ്റിനെല്ലാം കൂടെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു. ഇവനെ വിടാന്ന് പറഞ്ഞിട്ട് ഇവൻ വിടുന്നില്ല. ലാസ്റ്റ് അമ്മ മൂത്ത കൊച്ചിന് ഒരു ചൂരിൽ ആ വടി ഇങ്ങനെ എടുത്തോണ്ട്, അപ്പൊ കൊച്ചു വലിയൊരു ചൂരിലെടുത്തോണ്ട് അത് വെച്ച് അമ്മയ്ക്ക് അടിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അമ്മ 2 കൊടുത്തു. പയ്യനായിട്ട് അടിച്ചു. എന്നിട്ട് അവൻ വിട്ടില്ല. അപ്പൊ ഞാന് എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അവനോട്ട് 2 കൊടുത്തു. ഈ മുടി ഒരു കൈ ഇരിപ്പുണ്ട്, എന്നാലും ഒരു കൈ. 2 പെണ്ണുങ്ങളെ അടിക്കൊണ്ടോ ഈ ഭർത്താവ് അനങ്ങുന്നില്ല. നീ അവളെ അടിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞപ്പോഴത്തെ ചാടി കൊണ്ടിരുന്ന അവനോട്ട് 1 കൊടുത്തു. അതായത് ഞങ്ങളുടെ കരച്ചിൽ കേട്ടോണ്ട് അച്ഛൻ ഓടി അവിടുന്ന് ഒരു കല്ലും എടുത്തോണ്ടാ വരുന്നേ. അപ്പൊ വന്നപ്പോ എന്നെ ചുറ്റി പിടിച്ച് ഇവനെ അടിക്കുന്നുണ്ട് അച്ഛൻ വരുന്നേ. അപ്പൊ അമ്മായിപ്പൻ ഇവനിട്ട് ആ കല്ല് വെച്ച് 2 ഇടി പുറത്ത്. അയ്യോ അണ്ണാ വിടാൻ പറ. ഞാൻ ഇപ്പം വിട്ടിട്ടില്ല ഇവനെ. വിടാൻ പറ, എന്നെ തല്ലിക്കൊല്ലും, വിടാൻ പറയാൻ പറഞ്ഞു. നിന്നെ ഞാൻ വിടത്തില്ല, നീ ഇവിടെ കിടന്ന് ചത്തോളാൻ ഞാൻ പറഞ്ഞു. അത് ഇനിയിപ്പോ അച്ഛൻ പിന്നെ അടിക്കാൻ കല്ല് വെച്ച് വാങ്ങാൻ തുടങ്ങി. ഞാൻ അങ്ങ് വിട്ടു. അന്നത്തെ ഇവന്റെ ഇപ്പം 2ാമത് ഇവന്റെ മാമി ഇവന്റെ അമ്മയുടെ ആങ്ങളുടെ ഭാര്യ കയറി വന്നപ്പോ ഞാൻ വിട്ടു ഇവനെ ഇറങ്ങി ഓടി. ആൾക്കാരൊക്കെ കൂടിയപ്പോഴേക്കും അധികം ആൾക്കാരൊന്നുമില്ലമ്മ, 1-2 വീടേ ഉള്ളൂ. ഇവന് ഓടി. ഇവന്റെ കൂടെ 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു കൂടെ. അവരെല്ലാം കൂടെ റോട്ടിൽ നിന്ന് കല്ല് പറക്കി എറിഞ്ഞു വീടിന്റെ മണ്ടയ്ക്ക്. റോഡൊക്കെ പൊട്ടി. കമ്പനിക്കാരുടെ തോട്ടത്തിൽ റബ്ബറൊക്കെ വെട്ടി. ഞങ്ങളാ ചെയ്തെന്ന് പറയിപ്പിക്കാൻ വേണ്ടി. അന്നത്തേക്ക് അമ്മായിപ്പ ഇങ്ങോട്ട് ഇറങ്ങി, ഞങ്ങളെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ചേട്ടനും ഇറങ്ങി വന്നു. നീ ഒറ്റ ഒരുത്തനല്ലടാ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ അമ്മായിപ്പ മോനിട്ട് അടിച്ചു. അപ്പൊ ഇപ്പൊ മനസ്സിലായ അമ്മായിപ്പനും അവര് വീട് അമ്മായിമ്മ എല്ലാം സുധേര സൈഡല്ലേ നിൽക്കുന്നത്. അപ്പൊ അവരെ പറ്റിയുള്ള കുറ്റങ്ങൾ മാത്രം എന്തിനാ പറയുന്നത്? എല്ലാം വരുമ്പോ എല്ലാരും സുധേര സൈഡല്ലേ നിൽക്കുന്നത്. കുറ്റല്ല പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മറ്റേ അയാളുടെ കൊച്ചാന്ന് പറഞ്ഞു. അതൊക്കെ ശരി. ഇതൊക്കെ എന്നാലും നിങ്ങൾ സുധേര സൈഡല്ലേ അവരൊക്കെ നിന്നത്. അന്ന് അത് കഴിഞ്ഞപ്പോ ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇവരൊക്കെ എന്റെ സൈഡിൽ നിന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞപ്പോ ഇവര് അമ്മായിപ്പൻ എന്നെ കൊണ്ട് പോയി കേസ് കൊടുത്തു. ചേട്ടനും വന്നു, ഇവളും വന്നു. കേസ് കൊടുത്ത് അവിടെ എഴുതി. എന്ത് കേസ്? ആരുടെ പേരില്? ഈ പയ്യന്റെ പേരില്? വീട് കയറി തല്ലി എന്ന് പറഞ്ഞോണ്ട് കേസ് കൊടുത്തു. എന്റെ മോളെ തല്ലി എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ ചേട്ടനെ എന്തോ നിങ്ങളുടെ പേരിൽ ആ പയ്യൻ കേസ് വല്ലതും കൊടുത്താൽ? ഇല്ല, എന്റെ പേര് കൊടുത്തില്ല. ഇല്ല, എന്റെ പേര് കൊണ്ട് കല്ലെടുത്ത് അടിച്ചതിനും കേസൊന്നുമില്ല. ഇല്ല, അതൊന്നും അവര് പറഞ്ഞിട്ടില്ല. കേസ് കൊടുത്തു നിങ്ങള്? കൊടുത്തിട്ട് വന്നു. അതൊക്കെ ഇപ്പോഴെന്താ സംഭവം നടക്കുന്നത്? ഇപ്പൊ ഭർത്താവ് വന്നിട്ട്, ഭർത്താവ് എവിടെ? ഭർത്താവിന്റെ കൂടെയാണോ താമസിക്കുന്നത്? അല്ല. അതെന്താ കാരണം? അത് ഭർത്താവിന് ഞാൻ നിർബന്ധം വിളിച്ചാണ് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. പെരുമ്പാവൂര് ഭർത്താവ് വരികയല്ലായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി? അല്ല, അവിടെ കേസ് കൊടുത്ത് ഇവര് എഴുതി വെപ്പിച്ചായിരുന്നു. അവിടെ കൂടെ പോക്കണം, പെരുമ്പാവൂര് നല്ല ജീവിക്കാൻ നല്ല മാർഗം. പോലീസ് സ്റ്റേഷനിൽ ഒക്കെ വെപ്പിച്ചു.
ഈ അടിയതിന് ശേഷം ഇനി വേളൊന്നുണ്ട് അവന് പിടിച്ചോണ്ട് പോയി, ഈ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പിടിച്ചോണ്ട് പോയി. പിന്നെ അവര് ജാമ്യത്തിൽ ഇറക്കുക ചെയ്ത് ഈ മോനെ, നിഷാദ് എന്നാണ് പേര്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പെരുമാറി കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങള് അവിടെ കഴിഞ്ഞോണ്ടിരുന്നു. പിന്നെയും പുള്ളി ഇങ്ങനെ ഓരോ കള്ളത്തരം പറഞ്ഞ് അവിടെ നിന്ന് പോരും. പിന്നെയും തുടങ്ങി, പിന്നെ പരിപാടി തുടങ്ങി. പിന്നെ പുള്ളി ഗുരുവായൂർക്ക് പോവാന്ന് പറഞ്ഞ് പോയി അമ്പലത്തിൽ. അപ്പൊ ഞാൻ പുറകെ പോയി. അപ്പൊ ഇവൻ എവിടെ പോയോ? ഞാൻ ആലുവ വരെ പോയി. ബസ്സിൽ തന്നെ ഞാനും പോയി, റെഡിയായി. ഞാനും ഇവരുടെ കൂടെ പോയി. ഞാനും ഞാനും ഗുരുവായൂർ വരുക എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. ഇവര് ആലുവായി ചെന്നപ്പോ ഇവര് എന്നെ വെട്ടിച്ച് ഹോട്ടലിൽ കയറി. ഇവര് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് എന്നെ നോക്കിയിട്ട് ഭക്ഷണം കഴിച്ച് ഇവർക്ക് ഫോൺ ചെയ്ത് ഇവള് എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ എങ്ങനെയും വെട്ടിച്ച് അവിടെ കൂടെ വരാന്ന് ഇവര് മാറുന്ന ഫോണിനൊക്കെ ചെയ്തിട്ട് ഇറങ്ങി വന്നു. ഞാനിങ്ങനെ ഹോട്ടലിൽ അവിടെ വഴിയിലെ വിട്ടിട്ട് ഭയങ്കര മഴ പെയ്തപ്പം ഞാൻ മഴ നനയാതെ സൈഡിൽ കയറി നിന്ന് താക്കുന്ന ബസ് വന്നു. ബസ് വന്ന വഴി ഇവര് പെട്ടെന്ന് ആ ബസ്സിന് മറികടന്ന് ബസ്സിന് കയറി ഇവര് പോയി. ഒന്നും പറയാതെ പോയി. അപ്പൊ ഞാൻ ചേട്ടൻ ഇതുപോലെ ഗുരുവായൂർ പോവാന്ന് എല്ലാം എന്റെ അമ്മായിമ്മയോടും അമ്മായിപ്പനോടൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ തിരിച്ചു വരാനുള്ള പൈസയൊക്കെ സുധീര കയ്യിലുണ്ടായിരുന്നു? എന്റെ കയ്യില് 100 രൂപ കൊണ്ടുണ്ടായിരുന്നു തിരിച്ചു വരാൻ. അല്ലാതെ പൈസ ഒന്നും എന്റെ കയ്യിലില്ല. ആലുവ വരെയുള്ള അധികം പൈസ ഇല്ല ഞങ്ങളുടെ അവിടുന്ന്. എങ്ങനെയാ വഴി നീല വഴക്കായിരുന്നോ തിരിഞ്ഞു പോയി? ഞാൻ ചെല്ലുന്നതിന് പുള്ളിക്ക് ഭയങ്കര എതിർപ്പാണ്, ദേഷ്യാണ്. ദേഷ്യം ഒന്ന് കയറി പോയതാണോ? അങ്ങനെ എന്നോട് ഗുരുവായൂർ പോവാന്ന് പറഞ്ഞു പോയ ആള് 3-ാം ദിവസമാണ് എന്റെ വീട്ടിൽ കയറി വരുന്നത്. വന്നിട്ട് അപ്പൊ വഴക്കുണ്ടാക്കിയോ? അന്ന് വഴക്കുണ്ടാക്കിട്ട് പുറത്ത് പോകാൻ പറഞ്ഞോ? അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഇഷ്ടമുള്ളപ്പം വരികയും പോവുകയും ചെയ്താൽ ശരിയാവില്ല. നിങ്ങൾ പോയപ്പം പുള്ളിയുടെ ഈ ഇച്ചിരി കണ്ട് പൈസ ഉള്ളൂ. വന്നപ്പോ 3000 രൂപ, ഒരു ഷർട്ട്, ഒരു കൈലി, ഒരു ഫോണ്. അതിന്റെ മുന്നേ ഇവര് ഓരോ ഓണത്തിന് എന്റെ പിള്ളേർ ഞാൻ അവളാണ് ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. അവള് മേടിച്ചു കൊടുത്തു വിട്ടാ. അപ്പൊ ഈ കാശിന് വേണ്ടിയാണ് പെണ്ണിനെ കാണാൻ പോകുന്നത്? അവള് കാശ് കൊടുക്കും. അവളോട് പറഞ്ഞിട്ട് അവള് എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മനോജിനെ പോലെ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കൂന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. മനോജ് അത്രയും നല്ലതാണോ? നല്ല ആളാണ്, നല്ല സ്വഭാവമായിരുന്നു. പിന്നെ എങ്ങനെ സ്വഭാവം മാറിയെന്ന് എനിക്കറിയില്ല. ഈ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് സംഭവിച്ചു? നിങ്ങൾ തമ്മിൽ എങ്ങനെ പിണങ്ങി? ഈ ഒരു കാരണം പിരിഞ്ഞത് പറയും. വീട്ടിൽ നിന്ന് പോയി 2 മാസം ഇവര് കണ്ണൂര് പോയി ഇവളെയും കൊണ്ട്. കണ്ണൂര് ഒരു അനിയനുണ്ട്, അവിടെ പോയി എത്ര കാലം? 2 മാസം അവിടെ പോയി നിന്നു. ജൂണ് അവളുടെ അനിയന്റെ കൂടെ അല്ല, അമ്മായിമ്മയുടെ അനിയത്തിയുടെ മോന്റെ കൂടെ അവിടെ പോയി താമസിച്ചു. അവിടെ എന്തിനാ പോയി താമസിച്ചത്? ഇവളെ കൊണ്ട് പോയി താമസിച്ചു. അവര് എന്നിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞില്ല. അപ്പൊ ഈ കേസുള്ള കാരണം ഞാൻ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒന്നും കൂടെ കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞപ്പോ അവളെ കൊണ്ടാണ് പോയെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? പുള്ളി 2 മാസമായിട്ടും വീട്ടിൽ നിന്ന് വരുന്നില്ല. അയാള് പോയി, അയാളുടെ കൂടെ അവളുടെ കൂടെയാണ് പോയത്. എങ്ങനെ അറിയാം? ഞാൻ അന്വേഷിച്ചു. ഇവള് ചേട്ടൻ എന്തിയെന്ന് അന്വേഷിച്ചു കഴിഞ്ഞ് വേറെ കുഞ്ഞുമ്മയുടെ മോനും കൂടെ കൂടിയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ചേച്ചി കേസ് കൊടുക്കാൻ പോകുമ്പോൾ എല്ലാവരും കുടുങ്ങും എന്ന് ഇവൻ പറഞ്ഞിട്ട് അനിയൻ വിളിച്ചു പറഞ്ഞു, അവളും ചേട്ടനും ഇവിടെ ഉണ്ട്. കണ്ണൂര് അനിയൻ വിളിച്ചു പറഞ്ഞു. അത് ശരി, അവസാനം എന്തായി പറയൂ? അതൊക്കെ നിങ്ങൾ അവളെ ഞാൻ ഇവിടുന്ന് ചേട്ടനെ വിളിച്ചോണ്ട് വന്നു. കണ്ണൂര് പോയി ഞാനും എന്റെ 2 മക്കളും കൂടെ വിളിച്ചോണ്ട് വന്ന് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോ പുള്ളി പണിക്കൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞ് പുള്ളി സൈക്കിളിൽ നിന്ന് വീണുമ്പോ ഞങ്ങളെ ഇല്ല, അവള് ജോലിക്ക് പോയി. നിങ്ങൾ ഒറ്റയ്ക്ക് പോയോ? ഞാനും കുഞ്ഞമ്മയുടെ ഒരു മോനും എന്റെ 2 പിള്ളേരും കൂടി. റംല ഞാൻ കണ്ടില്ല. അവര് സാക്ഷിയാണല്ലോ. അവര് ആരാണ് സാക്ഷി? അനിയന്റെ ഭാര്യ, അനിയന്റെ അവിടെ 2 പേരും ഒരു വീട്ടിൽ താമസിക്കുന്ന അവര് കണ്ടു. അവരുടെ വീട്ടിലാ താമസിക്കുന്നേ. അവര് പറഞ്ഞു ഇവിടെ താമസിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നു. അവള് പോയിട്ട് അവര് സമ്മതിച്ചോ? ഞങ്ങളുടെ വീട്ടിലാണ് 2 പേരും ഞങ്ങളുടെ വീട്ടിലാണ് സമ്മതിച്ചു. എന്നിട്ട് വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് ഞാൻ വിളിച്ചോണ്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ആ ബന്ധം ഉപേക്ഷിക്ക, നമുക്ക് 2 പിള്ളേരില്ലേ, അങ്ങനെ തെറ്റുകൾ ഉണ്ടാകുന്ന മനുഷ്യരുണ്ട്, അതൊക്കെ ക്ഷമിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് സഹകരിച്ചു പോകാന്ന് പറഞ്ഞു. അതിനെച്ചാൽ എന്താ അർത്ഥം?
രണ്ടുപേരും പുള്ളിക്ക് വേണം. ഓ, 2 ഭാര്യമാരായിട്ട് ജീവിക്കണം. നമുക്ക് നേരത്തെ പോലെ സഹകരിച്ചു പോകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭയങ്കര ആളാണല്ലോ. ഞാൻ പറഞ്ഞു ഒക്കത്തില്ല, എനിക്ക് 2 പിള്ളേരുണ്ട്, നിങ്ങൾക്ക് പോവാണെങ്കിൽ പൊക്കോ. അല്ല, സഹകരിച്ചു പോകുന്ന ഒരു പക്ഷെ സ്നേഹത്തിൽ നിങ്ങൾ തമ്മിൽ സഹകരിച്ചു പോവാന്നാണോ പറഞ്ഞത്? അല്ല, രണ്ടുപേരും ഒത്ത് പുള്ളിക്ക് ആ രീതി പോണം, ഞാനും ആ ഒപ്പം അങ്ങനെ പറഞ്ഞൊരു വാക്ക് പറഞ്ഞോ? ആ രമലയും നീയും 2 പേരും ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞു. സഹകരിച്ചു പോവാന്ന് പറഞ്ഞു. അതിന് മുന്നേ അമ്മ പറയുമായിരുന്നു, അങ്ങനെ ആണുങ്ങളല്ലേ പല ഇടത്തും പോവും, അത് പെണ്ണുങ്ങൾ സഹിച്ചും ക്ഷമിച്ചും കഴിയണമെന്ന് എൻ്റെ അമ്മായിമ്മ പറഞ്ഞിട്ട് പല പ്രാവശ്യവും. ആണുങ്ങൾ പോകുന്നിടത്തൊക്കെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? പുള്ളി അന്ന് അവിടുന്ന് പോയതാ. വീട്ടിൽ നിന്ന് പോയെന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആഗസ്റ്റ് 25 പുള്ളി അവിടുന്ന് പോരുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന ആഗസ്റ്റ് 8 കൊണ്ടുവരുന്നു. പിന്നെ 25 പുള്ളി അവിടുന്ന് പോരുന്നു. സുധയ്ക്ക് എന്താ വേണ്ടത്? സുധയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ ഭർത്താവിനെ വേണം. നിങ്ങളിൽ എന്തോ ഒരു കുറവ് കണ്ടിട്ടില്ല അയാൾ പോയത്. ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കണം. കുറവെന്ന് പറയണമ്മ, എന്റെ ഇല്ല കുറവ് അവര് പറയണം. ഇത്രയും നേരം നിങ്ങൾ സുധയുടെ കഥയാണ് കേട്ടത്. സുധ പറഞ്ഞത് എത്രത്തോളം ശരി എത്രത്തോളം തെറ്റാന്ന് നമുക്കൊന്നും അറിയില്ല, എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. ഏതായാലും സുധയുടെ ഭർത്താവായ മനോജിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. വരൂ മനോജ്. മനോജ്, എവിടെയപ്പോൾ താമസം? പത്തനംതിട്ട. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 17 വർഷം. ഭാര്യ അല്ലേ? എത്ര പിള്ളേരുണ്ട്? 2 പേര്. എത്ര വയസ്സുണ്ട്? ഒരാൾക്ക് 17 വയസ്സ്, ഒരാൾക്ക് 7 വയസ്സ്. 17 വയസ്സുള്ള പിള്ളേർ കൊച്ചു എവിടെയാ പഠിക്കുന്നേ? പെരുമ്പാവൂർ പുല്ലുവഴി. ഏത് സ്കൂളില്? പുല്ലുവഴി JHS. എത്രയിലാ പഠിക്കുന്നേ? +2. ആ, ചെറിയ കൊച്ചോ? 6ാം ക്ലാസ്. 6ാം ക്ലാസ്. 2 പെണ്ണാണോ? അതെ അതെ. മനോജ് ഇപ്പോൾ എവിടെയാ താമസിക്കുന്നത് പറഞ്ഞത്? പത്തനംതിട്ട എൻ്റെ വീട്ടിൽ തന്നെ. നിങ്ങളുടെ വീട്ടിൽ തന്നെ? അതെ. അവിടെ ആരൊക്കെ ഉണ്ട്? അമ്മയും അമ്മയും അച്ഛനും. അമ്മയച്ഛനും മാത്രം? അതെ. സഹോദരിമാരും? സഹോദരിമാർ 3 പേരുണ്ട്, അവരൊക്കെ കെട്ടിച്ചയച്ചു. അവരൊക്കെ കെട്ടിച്ചയച്ചു. അപ്പോൾ നിങ്ങൾ 2 പേര് 4 പേര് മാത്രമേ ഉള്ളൂ? 3 പേര്. നിങ്ങളുടെ വിവാഹം പ്രേമ വിവാഹമായിരുന്നു? ആയിരുന്നു. എവിടെ വെച്ചാ പ്രേമം തുടങ്ങിയത്? പ്രേമം തുടങ്ങി അങ്ങനെ പ്രത്യേകിച്ച് പ്രേമം തുടങ്ങിയില്ല. അങ്ങനെയല്ല, വളരെ ചെറുപ്പം മുതലേ സ്നേഹിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനൊന്നും പറഞ്ഞില്ല. ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിക്കാരെ കണ്ടു. കാരണം എൻ്റെ അമ്മാവൻ്റെ അപ്പച്ചിയുടെ മോളാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ സാഹചര്യത്തിൽ അടിച്ചു വന്നു. അങ്ങനെയായിരുന്നു കാണുന്നത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് എറണാകുളത്ത് കാക്കനാട് ജോലി ഉണ്ടായിരുന്നു. അവിടെ പോയി. അവിടുന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. കൂട്ടിക്കൊണ്ടുവന്നു കോന്നി കൊണ്ടുവന്ന് രജിസ്റ്റർ. വീട്ടിൽ നിന്നാണ് കൂട്ടിക്കൊണ്ടുവന്നത് അല്ലേ? അല്ല, ഡയറക്റ്റ് ഞാൻ പുള്ളിക്കാരി എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ എറണാകുളത്ത് ചെന്നു. എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇന്നൊരു വാടക വീട്ടിലായിരുന്നു. അവർ എടുത്തു കൊടുത്ത വീട്. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ നമ്മളെ വിടത്തില്ലെന്ന് പറഞ്ഞു. സുഖമായിട്ടുണ്ടാകുന്നതാണല്ലോ, ചിലപ്പോൾ കഴിഞ്ഞ പെണ്ണെ വിളിച്ചു കഴിയുമ്പോൾ ആരും പറഞ്ഞു വിടത്തില്ല. അവിടെ ചെന്ന് ചോദിച്ചപ്പം അവർ വിടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ പുള്ളിക്കാരുടെ വീട്ടിൽ ചെന്നു. പുള്ളിക്കാരുടെ അച്ഛനോട് സംസാരിച്ചു. അവൻ പുള്ളി വരത്തില്ലാന്ന് പറഞ്ഞു. അവൻ പുള്ളിയുടെ മകനെ കൊച്ചു പയ്യനായിരുന്നു. അവനെ കൂട്ടി പുള്ളിയുടെ ചേട്ടൻ്റെ കൂടെ എന്നെ ആക്കി വിട്ടു. അങ്ങനെ അവിടെ ചെന്നിട്ട് പുള്ളിക്കാരനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയച്ഛൻ്റെ ചേട്ടനെ കൊണ്ട് കാക്കനാട് പോകുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ വിട്ടില്ല. അങ്ങനെ പുള്ളിക്കാർ എൻ്റെ കൂടെ വിട്ടില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇവരുടെ വീട്ടിൽ തന്നെ വന്നു. പിറ്റേ ദിവസം അവരുടെ വീട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. എൻ്റെ വീട്ടിൽ വന്നില്ല, എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നു. അവിടുന്ന് കോന്നി പോയി രജിസ്റ്റർ കല്യാണം കഴിച്ചു. ഈ രജിസ്റ്റർ ആധാരം എഴുതി കല്യാണം കഴിച്ചാണ്? അത് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് 30 ദിവസം നോട്ടീസ് കൊടുത്ത് വിവാഹം കഴിച്ചോ? അത് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് 15 ദിവസമായിരുന്നു. 15 ദിവസത്തെ കാണായിരുന്നു. 15 ദിവസം നമ്മൾ ചെന്നിട്ട് രജിസ്റ്റർ മാരേജ് ആയിട്ട് അങ്ങനെ പറഞ്ഞു. അതിന്റെ കൂടുതലായിട്ട് എനിക്കറിയില്ല. സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്? അവിടുന്ന് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഇരിപ്പുണ്ട്. ശരി, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ചെന്നിട്ട് അമ്മ എങ്ങനെ നല്ലതായി നോക്കിയോ? അല്ല, കാരണം പൊതുവെ ഞങ്ങളുടെ കല്യാണത്തിന് 2 കൂട്ടർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് വന്നതിന് ശേഷം അമ്മയായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. സഹകരിച്ച് പോയി. അത് കഴിഞ്ഞ ശേഷമുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീട്ടുകാരോട് സഹകരിച്ച് പോകാൻ വയ്യാത്ത അവസ്ഥ ഒന്നും പുള്ളിക്കാരിക്ക്. അന്ന് എൻ്റെ ഒരു പെങ്ങളെ കെട്ടിച്ചിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ അമ്മ പറഞ്ഞു 2 പിള്ളേര് എന്തോ തുളുക്കൻ്റെ പിള്ളേര് എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ, ശരിയാണോ? അതെനിക്കറിയത്തില്ല. അത് അമ്മയും ഒരു തമ്മിലോട് പറഞ്ഞ കേസാണ്. പറഞ്ഞിരുന്നു ഇല്ലയോ? ഇളയ കൊച്ച് ഇവരുടെ പെങ്ങളുടെ ഭർത്താവിന്റെ കൊച്ചാണ്. മൂത്ത കൊച്ച് തുളുക്കൻ്റെ എന്നൊക്കെ പറയണേ.
എന്ന് പറഞ്ഞത്. എൻ്റെ അമ്മയോട് ചോദിച്ചില്ലേ എൻ്റെ ഭാര്യ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നു? ഒരു കൊച്ചിന്റെ ബാക്കിയൊക്കെ വഴക്കുണ്ടാക്കുന്നത് ശരി, ഒരു കൊച്ചിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ചോദിക്കില്ലേ നിങ്ങൾ എന്താണ്? അത് ഇവർ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നില്ലല്ലോ. ഭാര്യയും അമ്മയും കൂടെ പറയുന്ന കാര്യങ്ങൾ ഇവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നതാണ്, അല്ല ഡയറക്റ്റ് പറഞ്ഞതല്ല. അമ്മയും കൂടെ ഫോണിൽ സംസാരിക്കുമ്പോൾ എന്തൊക്കെ പറയുന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്താ സുധേ, നേരിട്ട് പറഞ്ഞാണോ ഫോണിൽ പറഞ്ഞതാണോ? ഫോണിൽ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു ആ കാര്യം? ഭർത്താവിനെ അറിയാം ആ കേസ് കേട്ട്, ഭർത്താവ് ഒന്നും പറയാത്ത. പിന്നെ മനോജ്, പിന്നെ എന്താ സംഭവിച്ചത് പറയൂ. പിന്നെ സംഭവിച്ചെന്നാ ഇത്രയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് പുള്ളിക്കാരി വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഞാനുമായിട്ട് പൊരുത്തപ്പെടാൻ പെങ്ങന്മാർ 2 പേരുണ്ട്. ഒരാളെ കെട്ടിച്ചയച്ചുള്ളായിരുന്നു അന്നേരം. അത് കഴിഞ്ഞ് അത് 1 വർഷം കഴിഞ്ഞ് വേറെ ഒരാളെ കല്യാണം കഴിച്ചു. അപ്പോൾ ഇവരുമായിട്ട് സഹകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് എനിക്ക് വേറെ സ്ഥലം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കുടുംബസ്ഥലം. അവിടെ പോയി വീട് വെച്ച് അവിടെ താമസിച്ചു. ഞങ്ങൾ 2 മാത്രം, ഒരു മൂത്ത മോളും ഉണ്ട്. അവിടെ നിന്നും പുള്ളിക്കാരിക്ക് കുഴപ്പമുണ്ടായി, സഹകരിക്കാൻ വന്നിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിയുമ്പോൾ എന്ത് കുഴപ്പം? രണ്ടുപേരും തനിച്ച് താമസിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ പരസ്പരം നമ്മൾ ആവശ്യം എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പറയുന്ന പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരും. കാരണം നമ്മൾ പറയുന്ന അംഗീകരിക്കുന്നത് ഇന്ന് വരെ ഉള്ളത് തയ്യാറായിട്ടേ ഇല്ല. ഇപ്പൊ ഞാൻ പറയുക, ഇപ്പൊ ഞാൻ എവിടെയും പോവാ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ആയിട്ട് ഞാൻ എവിടെയും പോവാ എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയാം ഞാൻ അടുത്ത് പോയിട്ട് വരുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് എന്തിനു പോകുന്നു, എതിലെ പോകുന്നു, എപ്പം വരും, ഇതൊക്കെ പറഞ്ഞിട്ട് നോക്കാൻ പറ്റൂലല്ലോ. നമ്മൾ പറയുന്നു പറയുന്നു അതാ പറഞ്ഞേ, ഞാനൊരു വഴിക്ക് പോവാണ്. അപ്പൊ അന്ന് ഞാനാണെങ്കിൽ പൊതുപ്രവർത്തനമായിരുന്നു ആ സാഹചര്യത്തിൽ, എപ്പോഴും ഇല്ലാതെ. അപ്പൊ നമ്മൾ പല കാര്യങ്ങൾക്ക് പോകുമല്ലോ. അപ്പോൾ ഒരു വഴിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ഇന്നടുത്ത് വരാം, ഇന്നതിനാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകി പോകും. അപ്പോൾ അത് പുള്ളിക്കാരിക്ക് കുഴപ്പം, അത് എന്തുകൊണ്ട് വന്നില്ല, അന്ന് ടെലിഫോണല്ല വിളിച്ച് പറയാൻ, അത് ആ സമയത്തൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോകുന്നത് കൃത്യസമയത്ത് നമുക്ക് എത്താൻ പറ്റുള്ളൂ. പൊതുപ്രവർത്തനം അന്നാകുമ്പോൾ ഇപ്പോഴില്ല കേട്ടോ. പിന്നെ വന്ന് ലോഡ് എടുത്തപ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമെന്ന് പറയും അല്ലേ? അല്ല, നമ്മളിപ്പോൾ പോവാ, ഒരു വഴിക്ക് പോവാ, ഭാര്യയോട് പറയില്ല, എന്നോട് എവിടെ പോകാൻ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പോകാന്ന് പറയും. ചിലപ്പോൾ എപ്പോഴും സംശയമാണോ? സംശയമുണ്ട്. എന്താ സംശയം? രോഗമായിട്ടാണോ? അങ്ങനെയാണോ? തീർച്ചയായിട്ടും എന്ത് കാണുന്നത് സംശയമായിട്ട് വരും. ഇയാള് പറയുന്നത് ശരിയാണോ? അല്ല, എന്തല്ല? എനിക്ക് സംശയമല്ല. മറ്റുള്ള ഇതില് ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഒരു സ്ഥലത്ത് പോകുമ്പോ അവിടെ എത്ര നേരം ആവും, എത്ര നിമിഷം അവിടെ വരുമ്പോ എത്ര മണിക്കൂറാവും, അങ്ങനെയൊന്നും ചോദിക്കാറില്ല. ഒരു ഭാര്യയോട് എടി ഞാൻ ഇന്നടത്ത് പോവാണ്, അല്ല ഇത്ര സമയം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാള് അങ്ങനെയൊക്കെ കറക്റ്റ് സമയമൊക്കെ പറഞ്ഞിട്ട് പോകാനൊക്കെ. ഞാൻ അങ്ങനെ പോകുന്നിടത്തൊക്കെ നിന്നോട് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ പറഞ്ഞു ഒരു ഭാര്യയോട് ഞാനും കൊച്ചും തനിച്ച ആറ്ററമ്പി കിടക്കുന്നേ, വേറെ ആരുമില്ല. അപ്പൊ പുള്ളി വരുന്ന നോക്കി ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ പുള്ളി ഈ പാതിരാത്രി 12 മണിക്കും 3 മണിക്കും 2 മണിക്കും ഒക്കെ കയറി വരുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇല്ല, അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇല്ലില്ല, ഞാൻ അങ്ങനെ ഉപദ്രവിച്ചിട്ടേ ഇല്ല. ആവശ്യമുള്ള കഴിവത് ഉപയോഗിക്കാതിരിക്കും. അവിടെ സംസാരത്തിൽ ഉപദ്രവിക്കുന്ന സമയങ്ങൾ എന്നേ കഴിഞ്ഞു, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, പിന്നെ അവരുടെ കവിളിൽ ഇങ്ങനെ അടിച്ച് ഒരു ഗ്ലാസ് ടംബ്ലർ എടുത്ത് ഇങ്ങനെ ചായയോട് കൂട്ടി അടിച്ച് ഇവിടെ ചോര വന്ന് ഒരു ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു എന്നൊക്കെ പറയുന്നല്ലോ. അത് പറഞ്ഞു, അത് ചെയ്താണ്. അത് ഞാൻ ചെയ്താണ്. അതെന്താ കാരണം? അത് ഇതുപോലെ പറഞ്ഞ കേൾക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഇരുന്നത്, ഞാൻ എന്തോ സംസാരിച്ച കൂട്ടത്തിൽ, അപ്പൊ പുള്ളിക്കാരി എന്തോ സംസാരിച്ച കൂട്ടത്തിൽ ഞാനത് പറയുന്നത് അങ്ങനെയല്ല, ഇടയ്ക്ക് കയറി പറഞ്ഞു. പല പ്രാവശ്യം പറഞ്ഞു അങ്ങനെ പറയല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണോ? ആരെ? അല്ല, ഭാര്യ എന്ന് പറയുന്ന ആള് നിങ്ങൾ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണോ? അല്ല, നമുക്ക് പറയേണ്ട കാര്യങ്ങൾ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കാമല്ലോ. ഇപ്പൊ ഭാര്യ എന്നോട് പറയുന്നു അന്ന് കാരണം അങ്ങനെ അടിക്കാൻ കാരണം മദ്യപിച്ചെന്ന് പറഞ്ഞോണ്ടാണ് എന്നെ. മദ്യപിച്ചിട്ടാണ് അടിച്ചതെന്ന് പറയുന്നു. മദ്യപിച്ചിട്ടാണോ? അപ്പൊ മദ്യപിക്കരുതെന്ന് പറഞ്ഞു, കള്ളം പറഞ്ഞെന്ന് പറഞ്ഞു. മദ്യപിച്ച ഒരാളെ മണം നമുക്ക് മദ്യപിക്കുമ്പോ അതിന്റെ സ്മെല്ലടിക്കുമ്പോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് തെറ്റാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അറിയാവുന്ന ഒരാളെ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വന്ന് വാറ്റായിരുന്നല്ലോ. എനിക്ക് മാറ്റില്ല, ഞാൻ മാറ്റിട്ടില്ല. ഇവരെന്നെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരനെ പറഞ്ഞു, വീട്ടുകാരെല്ലാരും വാറ്റാണെന്ന് ഇവര് പറയുന്നല്ലോ. ഞാൻ മാറ്റിട്ടില്ല, ഞാൻ ഈ പറയുന്നല്ലോ, ഇവര് പറയുന്നല്ലോ, ഒരു വേദിയിരുന്ന് പറയല്ലേ വാറ്റുണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു വാറ്റില് ഇവരുടെ ഫാമിലിയില്? ഇവര് അച്ഛന്, ഇവര് അനിയന്, അടുത്തൊരു സ്ത്രീ, അടുത്ത വീട്ടിലൊരു സ്ത്രീയും. ആരാണ് ആ സ്ത്രീ? അവിടെ അടുത്തൊരു സ്ത്രീയാണ്. ആകുമായിട്ടൊന്നുമില്ലായിരുന്നു. ആ സ്ത്രീയുടെ വീട്ടിലാണല്ലോ ആ സ്ത്രീ വാറ്റില്ല. നിങ്ങളെ വാറ്റുന്ന സാധനങ്ങളെ കൊണ്ടുപോയി ആ സ്ത്രീയുടെ വീട്ടിലല്ലേ വെക്കുന്നത്? അതങ്ങനെ ഒരു വേറെ സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ വാറ്റുന്ന സാധനം കൊണ്ടുപോയി പറഞ്ഞില്ലേ സുധേ, ഈ വാറ്റുന്ന പാത്രങ്ങളൊക്കെ കൊണ്ട് അവിടെയാ വെക്കുന്നത്. വാറ്റുന്ന കലോ പാത്രോ എന്തോ പറയൂ എന്താ? അവര് സെറ്റിംഗ് കലോന്ന് അവര് പറയുന്നേ, വാറ്റുന്ന പാത്രങ്ങൾക്ക്. അതുകൊണ്ടുവന്ന് അവരുടെ വീട്ടിലാണ് വെക്കുന്നത്. നിങ്ങളുടെ ഭാര്യയല്ല പറയും, നിങ്ങൾ അവരോട് ചോദിക്കുക ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടോ ചോദിക്കും.
ഞാനങ്ങനെ വെച്ചിട്ടില്ലല്ലോ. ഞാൻ അവിടെ കൊണ്ട് അങ്ങനെ വെച്ചിട്ടില്ല. ഞാൻ സാധനം നിങ്ങളുടെ മുൻവശം വെച്ചല്ലേ പറയുന്നത്, വേറെ ഇല്ലാത്ത സമയത്തല്ലല്ലോ പറയുന്നത്. ഇല്ല, ഞാനും അതല്ലേ പറയുന്നേ. എനിക്കിപ്പോ എല്ലാം അവള് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിക്കണമെന്നില്ലല്ലോ, എല്ലാം ശരിയാവണമെന്നില്ലല്ലോ. ഇങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾ രണ്ടും തെറ്റുന്നത്. ഇങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾ ഇവര് ചെയ്ത കാര്യം ചെയ്തെന്ന് പറയുമ്പോൾ ഇവര് സമ്മതിക്കല്ല, ജഗജമ്മ ഇവര് സമ്മതിക്കില്ല. മാഡം ഈ പറഞ്ഞത് മനോജിന്റെ വീട്ടുകാർക്ക് മാറ്റമുണ്ടായിരുന്നോ? എന്റെ വീട്ടുകാർക്കുണ്ടായിരുന്നു. മനോജ് അതിൽ പങ്കാളിയായിട്ടില്ല. ഞാൻ അവരുടെ വീട് യാതൊരു പങ്കാളിയായിട്ടില്ല. ശരി, നിങ്ങളൊരു പൊതുപ്രവർത്തകനാണ്, അത് എതിർക്കണ്ടേ? നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോ അത് എതിർക്കണ്ടേ? നമ്മൾ ഞാൻ എതിർത്തിട്ടുണ്ടല്ലോ. എതിർത്താ പിന്നെ എങ്ങനെയാ വീട്ടിലെ അച്ഛനമ്മയും ചെയ്യും അങ്ങനെ ഒരു കാര്യം? അമ്മ ഇതിനൊന്നും പോയിട്ടൊന്നുമില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വാറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഭാര്യ മറ്റൊരു സ്ത്രീയും കൂടെ പോയി കുടിച്ചിട്ട് വന്നു. ആ സ്ത്രീയും കൂടെ കുടിച്ചിട്ട് വന്നപ്പോ ഇവരെ ഇത്ര അടിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ടുണ്ട്, ശരിയാണോ? ഇല്ല, ഞാൻ അടിച്ചില്ല. ഞാൻ ഇവിടെ അടിച്ചിട്ടില്ല. അടിച്ചെന്ന് പറയാൻ സത്യക്കേടാണ്. ഇവിടെ ഈ ഗ്ലാസ് എടുത്തെറിഞ്ഞു, അതിലാണ് ഇതൊക്കെ പൊട്ടിയത്. ഗ്ലാസ് എടുത്തെറിഞ്ഞാണ്. ഇവളിതുപോലെ കാണിച്ച് നമ്മൾ അറിഞ്ഞു. ഇപ്പം ഭർത്താവ് കുടിക്കുമെന്ന് പറഞ്ഞിട്ട് ഭാര്യ അതുപോലെ കുടിച്ച് കാണിക്കണമെന്നുണ്ടോ മാഡം? നിങ്ങൾക്ക് ഇപ്പം സുധയെ കുറിച്ചുള്ള പരാതി എന്താ? സുധയെ കുറിച്ചുള്ള എനിക്കുള്ള ഏക പരാതി, ഇത്തരം ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുതിയറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈർലി TV, യൂണിവേഴ്സിറ്റി PO, പാളയം, തിരുവനന്തപുരം.